ഏരൂർ പഞ്ചായത്തിലെ വിളക്കുപാറ RPL മേഖലയിൽ പേപ്പട്ടിയുടെ കടിയേറ്റതിനെ തുടർന്ന് വയോധികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RPL 8-ാം ബ്ലോക്കിൽ 73 വയസ്സുള്ള ലളിതാംബികയ്ക്കാണ് കടിയേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. വീടിന് സമീപം നിന്ന വയോധികയെ പിന്നിലൂടെ എത്തിയ തെരുവ് നായ കടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ബന്ധുക്കൾ വയോധികയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നിരവധി തെരുവ് നായ്കൾക്കും വളർത്തുമൃഗങ്ങൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റതായി നാട്ടുകാർ പറയുന്നു. ആദ്യം കടിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഒരു കോഴിനെ പിടിച്ചു. ഒരു പ്രസവിച്ച പട്ടിയുടെ 4 കുട്ടി അതുകൂടെ കൊന്നു. അതുണ്ട്, ആ പട്ടിയുണ്ട് കറുപ്പ്. കടി കിട്ടിയത് പിന്നെ അതിലെ വന്നിട്ട് ഇവിടെ ഒരു പട്ടീനെ പിടിച്ചായിരുന്നു. വന്നിട്ട് പിറകെ വന്നിട്ട് അവിടെ കടിച്ച 3-4 കുട്ടിയും കൂടെ റിട്ടേൺ എടുത്തോണ്ട് പോയിരുന്നു. പിന്നെ കാല് വേഗത്ത ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി എന്ത് ചെയ്തെന്നേ അറിയത്തില്ല. ആ പട്ടി കൊണ്ടുപോയ അവസാനം പോയ പോക്ക. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ ബാബു, അഞ്ജു എന്നിവർ സ്ഥലത്തെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ന് രാവിലെ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ 8-ാം ബ്ലോക്കിൽ ഒരു പട്ടിയാണെന്ന് കരുതുന്ന രീതിയിലുള്ള പട്ടി തെരുവ് നായ്ക്കളെയും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെയെല്ലാം കടിച്ചതായി അറിയുകയും ഇവിടെ തന്നെ 8-ാം ബ്ലോക്കിൽ തന്നെയുള്ള ഒരു സ്ത്രീയെ കടിക്കുകയും ചെയ്തതായിട്ട് അറിഞ്ഞു. ഇപ്പോൾ തന്നെ പഞ്ചായത്ത് മെമ്പറിനെ ഇവിടെ നിന്നുള്ള വിവരം അറിയിച്ച ഉടനെ തന്നെ നമ്മൾ ഡോഗ് ക്യാച്ചറെ അറിയിച്ച് അവരെ നമ്മൾ വിളിച്ചു വരുത്തി. ഇപ്പം അതിൻ്റെ ഒരു തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ വന്ന നായ കടിച്ചിട്ടുള്ള മുഴുവൻ നായ്ക്കൾക്കും വാക്സിൻ എടുക്കുകയാണ്. കൂടാതെ ഈ പ്രശ്നമുള്ള നായയെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിലും ഈ ഡോഗ് ക്യാച്ചർമാരുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അപ്പം രാവിലെ വലിയ ഭീതിയിലാണ് ജനങ്ങൾ വിളിച്ചത്. എന്നാൽ നിലവിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കടിച്ചിട്ടുള്ള നായ്ക്കൾക്കെല്ലാം വാക്സിൻ എടുക്കാനുള്ള സംവിധാനം ആക്കിയിട്ടുണ്ട്. ഈ പ്രശ്നമുണ്ടെന്ന് പറയുന്ന നായയുടെ തെരച്ചിൽ നടക്കുകയാണ്. അതും ഉടനെ തന്നെ നമുക്ക് കണ്ടെത്തി ഇതിനു വേണ്ടുന്ന മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ജനങ്ങളിലൊരു ഭീതിയുടെ ആവശ്യമില്ല. എന്നാൽ ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഭാഗം കൂടിയുണ്ട്. കാരണം ഈ നായ ഇവിടെ വന്ന് നമ്മൾ കാണാത്ത ഏതെങ്കിലും നായ്ക്കൾക്കോ മറ്റോ കടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഭാഗം ഉണ്ട്. അല്ലാതെ ഒരു ഭീതിയുടെ പ്രശ്നമില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതേപോലെ ഈ കടിയേറ്റ വയോധിക നിലവിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയി അവിടുന്ന് തിരിച്ചു വരികയാണ്. നിലവിൽ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ നമ്മൾ വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ നമുക്ക് അവർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇടപെട്ട് എന്താണെന്നുള്ളത് നോക്കി മനസ്സിലാക്കി ചെയ്യാവുന്നതാണ്. കൊല്ലത്ത് നിന്നും എത്തിയ ആനുവൽ ബർത്ത് കൺട്രോൾ ടീമിലെ ഡോഗ് ക്യാച്ചർമാരായ ലിബിൻ, അരുൺ എന്നിവർ 20ഓളം തെരുവ് നായ്ക്കളെ പിടികൂടി ആന്റി റാബിസ് വാക്സിൻ കുത്തിവയ്പ്പെടുത്തു. ജൂൺ മാസത്തിൽ നടത്തിവരുന്ന പ്രതിരോധ കുത്തിവയ്പ് ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ നേരത്തെ വാർഡ് തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഏരൂർ ഗ്രാമപഞ്ചായത്ത് വെറ്ററിനറി ഡോക്ടർ മണിമോഹൻ ജില്ലാ മിഷനെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ ഏരൂർ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. Bima Building Contractors, Anjal, Agastikoda. Contact 94472 44659 89218 37847.